ചേച്ചിമാർക്ക് അവിടെ ഭയങ്കര ടെൻഷനായി. കാരണം ഇത്രയും നാളെ രേവതി ഹോട്ടലിലെ ചേച്ചിമാര് മാത്രമേ ഉള്ളൂ. ഇന്ന് ഇവിടെ ഇപ്പൊ പുതിയൊരു ടാസ്കിൽ ഒരാളും കൂടി ഇനി അവരുടെ കൂട്ടത്തിലേക്ക് വരുവോ എന്നുള്ളൊരു ടെൻഷനിലാണ്. അപ്പൊ അതിന്റെ ഒരു ചെറിയ ടാസ്ക് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മള് പണിയെടുക്കാൻ വിടാൻ തോന്നുന്നു. അതെ, പണിയെടുക്കാൻ പോവാണ്. അതായത് ഈ ബൊറോട്ട അടിക്കാന്നുള്ളത് അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല, ഭയങ്കരമായിട്ടുള്ള ടാസ്ക് ആണ്. അപ്പൊ ചേച്ചി ഇവിടെ ഓരോ പൊറോട്ടയുടെ ഒരെണ്ണം ആദ്യം ചേട്ടൻ അടിച്ച് കാണിക്കുന്നു. എന്നിട്ട് നമ്മൾ ഓരോരുത്തർ പറ്റുന്നവർ വന്ന് അത് ചെയ്യുന്നു. സെലക്ട് ആവുന്നവർ നിങ്ങളുടെ കൂടെ കൂടുന്നു. ഓക്കെ, ഡൺ. ആദ്യത്തെ പൊറോട്ട അതാ ചേട്ടൻ അടിച്ച് കാണിക്കാൻ പോവാണ്. ആഹാ, ചേട്ടൻ ഇങ്ങനെ ഷേപ്പ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പൊറോട്ട മാവ് ഇവിടെ ഓറഞ്ച് ചുരിദാർ ഇട്ട ശ്രീവിദ്യയുടെ സ്വഭാവം മെരുങ്ങണില്ലല്ലേ? അടിപൊളി. വീശിക്കാൻ മാനം കെടുത്തല്ലേ? ഇല്ലതാ കറക്റ്റ്. മാവ് ശരിയാകാണ്ട് ഇങ്ങനെ. അപ്പൊ ശരിയായിരുന്നെങ്കിലോ? ചേച്ചി പറഞ്ഞിട്ടില്ല ഇതൊന്നും ഇങ്ങനെയൊന്നും അല്ല. അല്ല കറക്റ്റ് മാവാണെങ്കിൽ ഇങ്ങനെ വീശി നല്ല കണ്ടീഷനായിട്ട് ഇതൊക്കെ പറഞ്ഞാല് ചുട്ട് രണ്ട് അടി അടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത്രേ ഉള്ളൂ. ശരി, നമ്മുടെ കൂട്ടത്തിൽ നിന്നും ഞങ്ങൾ ഇറക്കുന്നു ഡയാന ഹമീ. എല്ലാരും നല്ലൊരു കൈയടി കൊടുക്കണം നമ്മുടെ സ്വന്തം ഡയാനയ്ക്ക്. അല്ല, വേറെ മോതിരം ഊരി വെച്ച് അല്ലെങ്കിൽ ബൊറോട്ടയുടെ മേളിൽ അമീൻ എന്ന് പതി. ബൊറോട്ടയുടെ പേരെന്താ? അമീൻ. ആ, തുടങ്ങിക്കോ. ബോളെടുത്ത് ആദ്യം വെക്കും. ആങ്കറിങ്ങും അഭിനയം മാത്രമല്ല ബൊറോട്ടയും എന്നെ കൊണ്ട് പറ്റുന്നുണ്ട്. ആ പിച്ചാത്തി മാറ്റേ. ഇവള് കഴിഞ്ഞ ദിവസം കൂടെ എന്റെ അടുത്ത് ചോദിച്ചേ ഉള്ളൂ, എങ്ങനെയാണ് ഈ റെസ്റ്റോറന്റ് ഒക്കെ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് പരിപാടി. ഇന്ന് ദൈവം നിനക്ക് അതിനുള്ള അവസരം തന്നു കേട്ടാ, ഭാവിയുണ്ട്. അത് കിടല കേട്ടാ. വീട്ടില് ഒരു അണ്ടർവെയർ പോലെ ആയി. ഇല്ല ഞാൻ തളരൂല. ഒരു മിനിറ്റ് ശരി. അത് വേണം ഇങ്ങനെ വെക്കാം നമുക്ക്. ഓക്കെ, ഇങ്ങനെ ഇതിന് കട്ട് ചെയ്തെടുക്കണ്ടല്ലോ. ഇത് മൂന്നാക്കണോ? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ബട്ട് നോട്ട് ബാഡ്. അതെടുത്ത് തലേ കെട്ടല്ലേ ബണ്ണെന്ന് പറഞ്ഞു. അത് അയ്യോ അല്ലടാ, കൈയുടെ ഇവിടെ. അതെ, വാവാ സുരേഷ. പക്ഷെ നന്നായിട്ട് വന്നിട്ടുണ്ടില്ലേ? ഷേപ്പ് ഉണ്ടോ? എടി, മറ്റന്ന് എന്റെ കടയിലെ പൊറോട്ട മാസ്റ്റർ അവധി നീ വാ പ്ലീസ്. ഡേറ്റ് ഇല്ല. അങ്ങനെ വെച്ചിട്ട് നടുക്കൊരു കല്ലെടുത്ത് പോയി. ഇത് ഏത് പൊറോട്ടയാന്നറിയോ? മറ്റേ ഇങ്ങനെ പിഞ്ചി ഇരിക്കില്ലേ, ആ പൊറോട്ട എന്റെ കുഞ്ഞുണ്ടാക്കിയത്. നൂൽ പൊറോട്ട. നല്ലൊരു നല്ല കൈയടി കൊടുക്കാം. പക്ഷെ അതിനു മുമ്പ് മുഖത്തെ ഭാവം കണ്ടാൽ ഹിമാലയം കീഴടക്കിയ പോലെ. അതേ കൊടുക്കത്തുള്ളൂ. ഒരു പൊറോട്ട മാസ്റ്റർ എവറസ്റ്റ് കീഴടക്കുന്ന പോലെയാണ് ഒരു പൊറോട്ട ഉണ്ടാക്കുന്നത്. നീ ഇനി എന്റെ മോതിരം പിടി. നോക്കട്ടെ, ഞാൻ നോക്കട്ടെ. ഒരു പ്രിയ സുഹൃത്തുക്കളെ, അതാ പൊറോട്ട അടിക്കാനുള്ള വാശിയുടെ മത്സരം. 2 പൊറോട്ട 2 ചുമ്മാടും. അടുത്തതാ ശ്രീവിദ്യ വന്നിരിക്കുകയാണ്. കാസർഗോഡ് നിങ്ങൾ പൊറോട്ട തന്നെയാണോ പറയുന്നേ? ബത്തക്ക. അല്ലല്ല, ഇത് പൊറോട്ട. എന്റെ കടയിൽ ഏറ്റവും കൂടുതൽ വിറ്റുന്ന ഐറ്റം മാവിനെ ഉറക്കാനല്ലേ പറഞ്ഞത്, അതെടുത്ത് ചെയ്യങ്ങോട്ട് പരത്തിക്കോ. പൊറോട്ട വേണ്ട. ദോശയാണെങ്കിൽ നമ്മൾ ചുറ്റാണ്. ആ ഒട്ടിച്ച നഖ അതിനകത്ത് ഇരിക്കരുത്. പിന്നെ ഒരു അനുസരണ ഇല്ലാത്ത വിഷടി ഭക്ഷണമാണ്. ചേച്ചി അവിടെ കട പറഞ്ഞ 501 സോപ്പിങ് വെച്ചത്. ഇത് കിടില്ല കേട്ടോ. ഇത് സ്പോർട്സ് ബ്രാ. ഇത് കിടില്ല. അയ്യോ, ഇത് ഞാൻ പോലെ ആയിപ്പോയി. രക്ഷപ്പെട്ടോ? എടാ അങ്ങനെയൊന്നും ചെയ്തൂടാ. ഇത് ഇങ്ങനെയൊന്നും അല്ലടാ. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ എന്തിനാണ് ഒരു ദോശക്ക് ഇന്ന ഷേപ്പ് വേണം, പൊറോട്ടയ്ക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പ് വേണം, ആരാണ് എഴുതി വെച്ചത്? എന്തിനാണത്? എന്നിട്ട് ചവച്ചരച്ച് തിന്നും കറിയും കൂട്ടി. ഇത് വേവിക്കാതെ എനിക്ക് തത്വം മനസ്സിലായിട്ടില്ല ഇതുവരെ. പക്ഷെ ലാസ്റ്റ് കറക്റ്റ് ആയി ചേച്ചി. അത്രേ ഉള്ളൂ. അതാണ് സൂപ്പർ. കണ്ട മതി. എന്റെ പഞ്ച് അടിപൊളിയായിരിക്കണം എന്നല്ലേ അനുചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മുടെ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ കുക്കിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അഖിലും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ട് എനിക്ക് അഖിൽ ഇതിൽ വിജയിക്കും. ബാക്കിലെ അഖിൽ നമ്മളുടെ എല്ലാം മലമായ നീയാണ് കുക്കർ. അഖിൽ വന്നിരിക്കുകയാണ്. നീയാണ് നമ്മുടെ കുക്കർ. അല്ല, ഇവ ഇടയ്ക്കിടയ്ക്ക് പൊറോട്ട അടിക്കാറുണ്ട്. അതെ പറഞ്ഞു, എനിക്ക് ഉറപ്പായിരുന്നു എന്തേലും ഒക്കെ. അതാ നോക്കിയേ,
അല്ലേ ആടി കാടി ആണ്ട കണ്ട ഇതിലുള്ളവനല്ലേ നമ്മുടെ പയ്യൻ ഏ ആ. കഴിക്കുന്നു കേട്ടോ അതിങ്ങനെ കാണുമ്പോ തന്നെ ഇങ്ങനെ കഴിക്കാൻ തോന്നുന്നില്ലേ എനിക്ക് തോന്നുന്നില്ല. ഏടാ ഈയാണ് വിഷയം. ആ എനിക്ക് ബാക്കി അറിഞ്ഞൂടാ. കുഴപ്പമില്ല എന്നാലും ബെറ്റർ നോട്ട് ബാഡ് നല്ലൊരു കൈഡി കൊടുക്കോ ഞങ്ങളുടെ അഖിലിന് ആഹാ. ചേട്ടാ ഒന്ന് Nice. പൊക്കി കാണിക്കേട്ടാ. ചേച്ചി ഷേപ്പ് പറഞ്ഞിട്ട് ഒന്ന് പൊക്കി കാണിക്കേട്ടാ പ്ലീസ്. ആ അയ്യോ ആ, nice, ചേച്ചി ചേച്ചി nice. നമ്മളുടെ ഇപ്പോഴത്തെ face. കൊറോണ മാസ്ക് റൊഷാക്കിലെ അതെ 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 ചേട്ടനെ നേരത്തെ കണ്ടുപിടിച്ചാണ് ഇങ്ങനെ കണ്ടാക്കിയില്ലേ ചേട്ടൻ. 3 കൈകളിലായിരുന്നടാ ആ 4 പേരിലിട എന്നിട്ട് തകിലടി ഇത് ബാൻഡേജ് പോലെയായി അയ്യോ കറക്റ്റാ. അല്ല ആ, ആദ്യം correct, correct, ഇത് correct. കറക്റ്റ് ആക്ക നീ ഇങ്ങനെ Correct, കയ്യില് correct, correct. അങ്ങനെയാണോ അങ്ങനെ ചുറ്റണം അങ്ങനെ ഇരിക്കണം എന്നിട്ട് വെറുതെ Bandage കൂടെ പോലെ മാറ്റി വെക്കല്ലേ. അയ്യോ അതിനകത്ത് പിന്നെ ഇത് ബാൻഡേജ് കുത്തുബ് മിനാറോ ഹായ്, അല്ല വാ. ആയി 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 ആണ്ടാ. ആയി അതെ നന്നായി എല്ലാവരുടെ അവരുടെ അടുത്ത് എന്തൊരു ക്യാമറയിൽ പ്രേക്ഷകർക്ക് അതെ. വേണ്ടി ഒന്ന് കാണിച്ചു ഞാൻ കൊടുത്തേ കാണിക്കണം. ഇതാണോ എന്റെ ഇത്ര വൃത്തികേടായിരുന്നോ? ചേട്ടാ ഒന്ന് കാണിക്കോ ഇത് ഹോജാരാജാവിന്റെ കിരീടം. ചേച്ചി ഇതിൽ നമുക്ക് ആരെ കൊണ്ടോ ആരെ ഇവിടെ നിർത്താം അഖിലിനെ മതി. അയ്യോ പ്രിയ സുഹൃത്തുക്കളെ ഈ വരും വിചാരിക്കണേ വിജയ് അല്ലല്ല അഖിലിനെ മതിയെന്ന് അവന ഒരു തട്ടുകടന്ന് ഞങ്ങൾ എടുത്തോണ്ട് വന്ന് എളിഞ്ഞോട്ട് അവൻ രക്ഷപ്പെട്ടു വന്നവൻ തിരിച്ചങ്ങോട്ട് തന്നെ. എന്തായാലും ഇന്നത്തെ മത്സരത്തിന്റെ വിജയ് മറ്റാരുമല്ല നമ്മുടെ സ്വന്തം അഖിൽ. അതെ അപ്പൊ രേവതി ഹോട്ടലിലെ ചേച്ചിമാരെ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഞങ്ങള് തരുവാ ഞങ്ങളുടെ ചെക്കനെ നിങ്ങൾക്ക് എന്നാ കൊണ്ടുപോക്കോ. രേവതി തന്നെ ഇടണേ. ചേട്ടന്റെ നക്ഷത്രം ഇട്ടേക്കല്ലേ പേര്. Alright, അപ്പൊ എല്ലാരും ജോയിൻ ചെയ്യാം നമുക്ക് ഡാൻസ് ഒക്കെ കളിച്ചങ്ങ് മൈൻഡപ്പ് ചെയ്തേക്കാം. അങ്ങനെ നമ്മുടെ ചേച്ചിമാരെല്ലാരും എത്തിയിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ചേച്ചിമാരെ ഇത്രയും നേരം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്. ഇഷ്ടപ്പെട്ടോ ഞങ്ങളുടെ ഷോയും കാര്യങ്ങളൊക്കെ? അടിപൊളിയാണോ? അടിപൊളി അടിപൊളി. അപ്പൊ ഇനി നമുക്ക് ഹോട്ടലിൽ വെച്ച് കാണാം. നല്ല ഭക്ഷണം കഴിക്കാനും നല്ല നല്ല റീലുകൾ കാണാനും ഞങ്ങൾ റെഡിയാണ്. ഓക്കെ.